കോടി രൂപ മാറ്റിവെക്കുന്നു. DHSന്റെ കീഴിലുള്ള ആശുപത്രിയിൽ കാത്തിലാബ് ICU സ്ഥാപിക്കുന്നതിന് 7 കോടി രൂപ മാറ്റിവെക്കുന്നു. ഗോത്ര തീരദേശ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെ ആശുപത്രികളുടെ ആരോഗ്യ സംരക്ഷണ ഭവനങ്ങളുടെയും സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് 13 കോടി രൂപ മാറ്റിവെക്കുന്നു. DMAയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകൾക്കായിട്ട് നീക്കിവെച്ചിരിക്കുന്ന വിഹിതം 259.93 കോടി രൂപയാണ്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 77.13 കോടി രൂപയാണ്. സർ, ഇടുക്കി, കോന്നി, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലെ പുതിയ മെഡിക്കൽ കോളേജുകൾ കൂടുതൽ ശക്തിപ്പെടുത്തും. ഈ പദ്ധതിക്കായിട്ട് 57.09 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ആയുർവേദ ഗവേഷണം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇടുക്കി ഉടുമ്പൻചോലയിലെ പുതിയ സർക്കാർ ആയുർവേദ കോളേജിന് അഡീഷണലായിട്ട് 1.5 കോടി രൂപ കൂടി വകയിരുത്തുന്നു. സർ, വേദന സാന്ത്വന വയോജന ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങൾക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. പകർച്ചവ്യാധി നിയന്ത്രണം എന്ന പദ്ധതിക്ക് 12 കോടി രൂപയും സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി 13 കോടി രൂപയും വകയിരുത്തുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ആശുപത്രിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് 9 കോടി രൂപ വകയിരുത്തുന്നു. കനുവ പദ്ധതിക്ക് 108 ആംബുലൻസ് പദ്ധതിക്ക് 38 കോടി രൂപ, പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിക്ക് 6 കോടി രൂപ എന്നിങ്ങനെ മാറ്റിവെക്കുന്നു. സർ, ജില്ലാ ആശുപത്രികളിൽ മെനോപോസ് ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്കായിട്ട് 3 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാഷണൽ ഹെൽത്ത് മിഷൻ്റെ വിവിധ ഘടകങ്ങൾക്ക് 40% സംസ്ഥാന വിഹിതമായി 465.220 കോടി രൂപ വകയിരുത്തുന്നു. PM അഭീം പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന വിഹിതമായി 25 കോടി രൂപ വെക്കുന്നു. മൃതസഞ്ജീവിനി മറ്റിടങ്ങളിലെ ചികിത്സാ ചെലവ് താങ്ങാനാവാത്ത നിരവധി നിർധന രോഗികൾ ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നു. മൃതസഞ്ജീവിനി പദ്ധതിക്ക് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ഗ്രാമീണ കുടിവെള്ള വിതരണം. സർ, ജൽജീവൻ മിഷൻ പദ്ധതി മറ്റ് വിവിധ സംസ്ഥാന പദ്ധതികളും വഴി ഗ്രാമീണ ജനതയ്ക്ക് സുരക്ഷിതമായ പൈപ്പ് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ ഗ്രാമീണ ജനസംഖ്യ 65.22% പേർക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ഈ സേവനം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തെ പ്ലാനിൽ 659.57 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആകെ കൂടി വരുന്ന ചെലവ് 2240 കോടി രൂപയായിരിക്കും. ജൽജീവൻ മിഷൻ പദ്ധതിക്ക് നബാർഡിൽ നിന്ന് വായ്പയെടുത്ത 3750 കോടി രൂപ ഉൾപ്പെടെ ആകെ 9783.28 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. സർ, ഇതിൻ്റെ വിവിധ മേഖലകളിൽ ഗുണനിലവാര പരിശോധനയ്ക്ക് 11.56 കോടി രൂപയും നൂതന ആധുനിക സാങ്കേതിക മാനേജ്മെൻറ്റ് സംബന്ധിച്ച് ജലവിതരണ മേഖലയിൽ പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന 58 കോടി രൂപയും ഗ്രൗണ്ട് വാട്ടർ ഉൾപ്പെടെയുള്ള മേഖലയ്ക്ക് 21 കോടി രൂപയും വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് 31 കോടി രൂപയും കമ്മ്യൂണിറ്റി നിയന്ത്രിത ജലനിധി പദ്ധതിക്ക് 32.35 കോടിയും വകയിരുത്തുന്നു. ഗ്രാമീണ മലിനജല നിവാരണ ശൃംഖലകൾ സ്ഥാപിക്കുന്നതിന് 70 കോടി രൂപ പൂർത്തീകരിക്കുന്നു. നിലവിലുള്ള പദ്ധതികൾ ജലവിതരണ സേവനം ഇല്ലാത്തതോ മതിയായ സേവനം ലഭ്യമല്ലാത്തതായ പ്രദേശങ്ങളിലെ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് നിലവിലുള്ള പൂർത്തീകരിക്കുന്നതിന് 24 കോടി രൂപ മാറ്റിവെക്കുന്നു. പഴക്കഞ്ഞ പൈപ്പ് ലൈനുകൾ മാറ്റിവെക്കുന്ന നവീകരണ പദ്ധതിക്കായിട്ട് 48 കോടി രൂപ മാറ്റിവെക്കുന്നു. ഭൂഗർഭ ജല റീചാർജിങ് മഴവെള്ള സംഭരണം പദ്ധതിക്കായിട്ട് 12 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ഭവന നിർമ്മാണം. ലൈഫ് മിഷൻ പദ്ധതിയുടെ പരിധിയിൽ വരാത്ത ഗുണഭോക്താക്കളെ സഹായിക്കുന്ന ലക്ഷ്യത്തോടെ EWS LIG വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണത്തിന് സബ്സിഡി നൽകുന്നതിനായി 33.19 കോടി രൂപ വകയിരുത്തുന്നു. ജീർണിച്ച വീടുകൾ പുനർനിർമ്മിക്കുന്നതിനും ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി എല്ലാ വീടുകളും ഘട്ടം ഘട്ടമായി പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ MN ലക്ഷം വീട് പദ്ധതിക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. വനിതാ ശിശു വകുപ്പിൻ്റെ തൻ്റെ ഇടം പദ്ധതിക്ക് 2 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള നിർമ്മിതി കേന്ദ്രം. നൂതന സാങ്കേതിക വിദ്യകൾ ഉറപ്പാക്കുന്നതിനായി കേരള നിർമ്മിതി കേന്ദ്രത്തിൻ്റെ നിലവിലുള്ള പ്രവർത്തനം ഉയർത്തിക്കൊണ്ട് നിർമ്മാണ മേഖലയിൽ അത്യാധുനിക ടെക്നോളജി ഹബ്ബായി വികസിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. നിർമ്മിതി കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി 13.25 കോടി രൂപ വകയിരുത്തുന്നു. ഗൃഹശ്രീ ഭവന പദ്ധതിക്കായിട്ട് 24 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലും തൊഴിലാളി ക്ഷേമവും. സർ, കേന്ദ്ര സർക്കാർ 4 പുതിയ ലേബർ കോഡുകൾ നടപ്പിലാക്കിയ സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനും തൊഴിലാളി ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത സംസ്ഥാന സർക്കാരിനുണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനായി ഒരു ദേശീയ തൊഴിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുകയും ചെയ്തു. തൊഴിലാളി ക്ഷേമ മേഖലകൾക്കായി 950.89 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് പദ്ധതി വിഹിതത്തിൽ 436.45 കോടി രൂപയുടെ 84.83% വർധനമാണ് വരുത്തിയിരിക്കുന്നത്.